ഹായ് ഹായ് ഹലോ അശ്വതി സജീവ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ മോളെ പഠിക്കാനായിട്ട് കൊണ്ടാക്കാം ട്യൂഷനെ. അപ്പോൾ ചോദിച്ചാൽ പോകുന്ന വഴിയൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന്. കാവും വയലൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ ചോദിച്ച് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്നിട്ട് ഇവിടെ വിളക്ക് തയ്ക്കാം. മോനും അച്ഛനും കൂടെ പോകുന്ന വഴി. മണിക്ക് നാളെ ഒരു കുളിയുണ്ട്. നമ്മളെ പ്രസിഡൻറ്റിൻ്റെ അച്ഛൻ്റെ കുളി. 11 മണിക്ക് രാവിലെ അങ്ങോട്ടുണ്ട്. മോള് ഓണം വഴികളാണ്. ഓക്കെ, കൊട്ടാരം വയ്ക്കണമെന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തന്നിരുന്നു. പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരം അരയ്ക്കാനായിട്ട്. ഓ, എവിടാ? കടയിലങ്ങല്ല, ഞാൻ ഇവിടെ വീടില്ല. അവിടെ ഇന്നത്തെ ഇതാണ് നമ്മളെ കാല് പിടിച്ച് പന്നികൾ കൂട്ടം കൂട്ടം കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. കുറച്ചൊക്കെ വേറെ സംസാരങ്ങളൊക്കെ വരും. അതിൻ്റെ അടുത്തൂടെയൊക്കെ വീട് ആളുകൾ പോയതാണ്. അപ്പോൾ മോളതോ പോകുന്നു. എൻ്റെ അടുത്തൊരു കാവൊക്കെ ഉണ്ട്. ഇതല്ല കാവ് കാണിക്കാൻ പറ്റുമെന്നോ. അത് ഈ പഠിക്കുന്ന വീട്ടിൽ കൊച്ചിൻ്റെ വീട്ടിൻ്റെ ബാക്ക് വശത്താണ് കാവ്. അത് ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാൻ നോക്കാം. ഇതിടയ്ക്കണ പന്നിയൊക്കെ ഉള്ളത്. ഇത് നമ്മൾ അമ്പലത്തിലൂടെ പോണ വഴിയാണ്. ഇന്ത്യയിലൊക്കെ ക്ഷേത്രത്തിൽ പോണ വഴിയാണ്. അതുകൂടെ മോളെ കൊണ്ടാക്കാൻ പോകുന്നത്. ഇതുവഴിയൊക്കെയാണ് പോകുന്നത്. വഴിയില്ല. വഴി നമ്മൾ നടക്കുന്നത് തന്നെയാണ് വഴി, അല്ലാതെ വേറെ വഴിയായിട്ടൊന്നുമില്ല. കൊച്ചു തോടും ഒക്കെ കഴിഞ്ഞു. അതൊക്കെ നമ്മൾ വൃത്തിയാക്കിയ സ്ഥലങ്ങളാണ്. നമ്മളെ വൃത്തിയാക്കി പുറകെ അവർ കാടുകൾ അങ്ങ് നിറഞ്ഞു. മഞ്ഞപ്പൂകൾ, പൂച്ചെടി ഒരുമാതിരി പുതിയതായിട്ട് ഒരു പിന്നിവിടെ വന്ന് നിർത്ത് കാട് പോലെ വളർന്ന് കിടക്കുകയാണ്. ഗൈസ്, അത് കാണിച്ചു തരാം. അവിടെ അങ്ങെത്തി. എന്താണ് മഞ്ഞപ്പൂ കാണുന്നുണ്ടോ? അതിപ്പോൾ ഈ ഇവിടെ മൊത്തം അതാ. ഇതെന്തൊരു ഇതെടി സോന? പന്നി പിടിച്ചത് തന്നെ. അയ്യോ, ഞാൻ വരണോ? അയ്യോ, ഇവിടെ മൊത്തം ചെളിയാണ് ഗൈസ്. അവിടെയാണ് കാവ് കാണത്തില്ല ഗൈസ്. അവിടെ മുമ്പ് വവ്വാലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല. അയ്യോ ഗൈസ്, വെള്ളവും ചെളിയുമാണ് ഗൈസ്. എൻ്റെ ചെരുപ്പ് കുടുങ്ങി ഗൈസ്. അയ്യോ, എൻ്റെ ചെരുപ്പ് പൊങ്ങി. അയ്യോ അതിൽ കൂടെ പോയാൽ മതിയായിരുന്നു. പക്ഷെ അത് തോടൊക്കെ ചാടി കിടക്കണ്ടേ ഗൈസ്, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചതിലേക്കൂടെ തന്നെ വരേണ്ടി വരും. അവിടെ ചെരുപ്പും കുടുങ്ങി ഗൈസ്. ഈ സന്തോഷമായി. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? കമൻറ്റിലൂടെയൊക്കെ അറിയിക്കാൻ പറഞ്ഞിട്ട് ആരും ഒരു കമൻറ്റും തരുന്നില്ല. കിട്ടു ഗൈസ്. എങ്ങനെയെങ്കിലും നമ്മൾ കര എത്താറായി ഗൈസ്. 6:30 അങ്ങനെ നമ്മൾ കരപ്രദേശത്തെത്തി ഗൈസ്. റോട്ടിലെത്തി. ഇതുവഴി പോയാൽ അമ്പലത്തിലെത്തും.
ഇന്ദ്രപ്പ ക്ഷേത്രത്തിലെത്തും. ഇതുവഴി ഞാൻ കാണിച്ചിട്ടുണ്ട് ഗൈസ്. മറ്റേ തൊഴിലുറപ്പ് സമയത്ത് നമ്മൾ നിന്ന് തോട് പണി ചെയ്തില്ലേ, ആ വീഡിയോ ഷോർട്ട് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. ഈ തോടൊക്കെ കാണിച്ചിട്ടുണ്ട്, ഈ സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ തോട്ടിലായിരുന്നു നമുക്ക് പണി. അത് പണ്ടത്തേൻ്റെ പിന്നത്തെ ആയി ഗൈസ്. പക്ഷെ ഇപ്പോൾ വേസ്റ്റ് അങ്ങനെ അധികം ആരും ഇടുന്നില്ല. ചോറ് ഇടണ്ട, എൻ്റെ മോള് ചോദിച്ചാൽ കേട്ടാ, ഇട്ടോളാൻ വയ്യേന്ന് വേസ്റ്റ്. ഇതൊക്കെ വയലുകളായിരുന്നു ഗൈസ്. ഇപ്പോൾ എല്ലാം നമത്തി. അങ്ങനെ വിചാരിക്കുമെന്ന് പറയുന്ന കേട്ടോ ഗൈസ്. ഹലോ, നമുക്ക് തോടെത്തി. ഇവിടെയൊക്കെ നമ്മൾ നിന്ന് ജോലി ചെയ്ത സ്ഥലം. ഓ, അങ്ങനെ അവളെ പഠിക്കുന്ന വീട്ടിലെ സ്ഥലം എത്തി ഗൈസ്. അതാണ് അവളിപ്പോൾ കയറിപ്പോ. ഇതിൻ്റെ കൂടെ നേരെ പോയി കടയിൽ അവിടെ എത്തും ഗൈസ്. നമ്മളെ അപ്പൂപ്പൻ്റെ വീട് അവിടെ അക്കരയായിരുന്നു. ഇതിൻ്റെ ഈ വയലുകളിലൊക്കെ അക്കരെ കുറേ വീടുകളുണ്ട്, അവിടെയായിരുന്നു. ഇപ്പം നമ്മൾ ഇക്കരയായി. അവിടെ ആയിട്ടാണ് ഗൈസ് കാവ് വരുന്നത്. അവിടെ പോയി കാല് കഴുകും. നമുക്ക് പോവാം തിരിച്ച്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, പിന്നെ ഒരു ചെറിയ വീഡിയോ ആക്കെ, വീഡിയോയും കൂടെ ഒക്കെ എങ്ങനെയൊക്കെ ഇടണ്ടേ, അറിഞ്ഞൂടാ, എഡിറ്റൊന്നും ചെയ്യാൻ അറിഞ്ഞൂടാ, എങ്കിലും ഒരുവിധമൊക്കെ ചെയ്യുന്നു. പിന്നെ ഓക്കെ, ഞാൻ തിരിച്ചു പോവുകയാണ്. ഇനി ആ വെള്ളത്തിൽ കിടന്ന് ചവിട്ടി തൊഴിക്കണ്ടേ ഗൈസ്. ഇതെന്ന് പറയുന്നൊരു തോടായിരുന്നു ഗൈസ്. ആ തോട് ഇപ്പം മൂടിയിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിയില്ല. നമ്മൾ നേരത്തെ ചെന്നിട്ട് വന്നപ്പോൾ ഒരു കൊച്ചു തോട് കാണിച്ചില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോകുമ്പോൾ ആ തോടിനെ ഇപ്പോൾ വേറൊരു പെരയിടത്തിലോട്ട് വെട്ടിത്തിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുവഴിയാണ് വെള്ളം പോകുന്നത്. ഇപ്പോൾ അതിനിടത്തൂടെ നമുക്കൊരു നടപ്പാതകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോഴും പോയി. ഇപ്പം അതിലൂടെ അത്രയും കാടായി. ഇപ്പം നടക്കുന്ന വഴികളെല്ലാം കാട് തന്നെയാണ്. ഒരു കാല് പൂരണാലിൽ ചവിട്ടിയാലും കൊള്ളാം, എന്തെല്ലായാലും കൊള്ളാം. അങ്ങനെയാണ് നടന്നു പോകുന്നത്. ഇത് ഒന്ന് തോടായിരുന്നു, അതിനെയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ തോടിനെ വെട്ടിത്തുറന്ന് വിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ഈ വഴി അങ്ങ് പോകും, അങ്ങോട്ട് ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് തുറന്നു വിട്ടിരിക്കും. ഇതൊരു കെട്ടാണ്. ഈ കെട്ടിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകും. അത് അത്രയും കാട് പിടിച്ച് കിടക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിയും കാടാണ് ഗൈസ്. എങ്കിലും എല്ലാവരും ഇതുവഴി തന്നെ പോകണം. പോണ വഴി അത്രയും ചാലാണ്. ഓരോരുത്തരുടെ പെരടങ്ങളാണ്, അവർക്ക് വൃത്തിയാക്കിക്കൂടെ ഗൈസ്. അവരാരും വൃത്തിയാക്കത്തില്ല, ആർക്കും കൊടുക്കത്തില്ല. അങ്ങനെ ഇട്ടിരിക്കുകയാണ് ഗൈസ്. വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ്. മോളെ കൊണ്ടാക്കിയിട്ട് ഇതുവരെ വീട്ടിൽ കയറിയപ്പോൾ സുഖിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് പയ്യെ നടന്നു വരികയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബായ്.